ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 സെപ്റ്റംബർ മാസഫലം ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക്, അതുപോലെ ധനു ലഗ്നം വന്നിട്ടുള്ളവർക്ക് എങ്ങനെയായിരിക്കും സെപ്റ്റംബർ മാസം. അപ്പോൾ ആദ്യം നമുക്ക് ധനു കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി, സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ്. ആ ഗുരു ഇപ്പോൾ അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. സെപ്റ്റംബർ 17 സൂര്യൻ കർമ്മസ്ഥാനത്തേക്ക്, ഭാഗ്യസ്ഥാനത്ത് നിന്നും കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നു. ചൊവ്വ സെപ്റ്റംബർ 18 8 രാശി മാറുന്നു, 7 നിന്നും 8 രാശി മാറുന്നു. ബുധൻ സെപ്റ്റംബർ 7 കർമ്മഭാവാധിപനാണ്, കർമ്മസ്ഥാനത്ത് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ശുക്രൻ സെപ്റ്റംബർ 2 11 ഭാവാധിപനായി 11 രാശി മാറുന്നു. ശനി 4 വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. 3 രാഹു, അതുപോലെ ഭാഗ്യസ്ഥാനത്ത് കേതു സ്ഥിതി തുടരുന്നു. അപ്പോൾ പൊതുവെ ശുക്രൻ, ബുധൻ, സൂര്യൻ, കുജൻ ഈ 4 ഗ്രഹങ്ങൾക്കാണ് പ്രധാനമായിട്ടും രാശിമാറ്റങ്ങൾ വരുന്നത്. അതേസമയം 3 ഗ്രഹങ്ങൾ വളരെ ബലവാനായിട്ട് നിൽക്കുകയാണ്. ഗുരു അഷ്ടമത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നു, ബുധൻ കർമ്മസ്ഥാനത്ത് ബലവാനായിട്ട് വരുന്നു, ശുക്രൻ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് 11 ബലവാനായിട്ട് വരുന്നു. ഇതാണ് സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് എങ്ങനെയാണ് ധനുക്കുറുകാരുടെയും ധനുലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി, ഇതൊരു പൊതുവായ സ്ഥിതി, നമ്മൾ ജാതകത്തിനെ ബേസ് ചെയ്ത് പറയുന്നതല്ല. അപ്പോൾ ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ ഉച്ചസ്ഥിതിയിൽ ആണ്. അത് ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയം എന്ന് പറയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 4 ശനി എന്ന് പറയുമ്പോൾ കണ്ടകശനി സമയമാണ്. എങ്കിലും 4 നിൽക്കുന്ന ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ വക്രത്തിൽ ശനി സഞ്ചരിക്കുന്നു 4, അത് ഗുണം, നമുക്ക് ചില ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ്. ആ 4 ഭാവാധിപനായിട്ടുള്ള ഗുരു 4 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 ശനി നിൽക്കുന്നു, ആ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. 4 ഭാവാധിപൻ, ആ സുഖസ്ഥാനാധിപൻ സുഖസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ കണ്ടകശനിയുടെ ദോഷം നമുക്ക് കുറയ്ക്കുന്നതിന് ആ ഗുരുവിൻ്റെ ആ 4 ദൃഷ്ടി കഴിയും. അപ്പോൾ പൊതുവെ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും അല്പം സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്, ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ്. നമുക്ക് നെഗറ്റീവ് ചിന്തകളൊക്കെ മാറും. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാഡ് ഹാബിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ബാഡ് ഹാബിറ്റ് മാറുന്നതിനൊക്കെ അനുകൂല സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി ലെവലാൽ സഡനായിട്ടുള്ള ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ശനി, കുജൻ ഒക്കെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അത് നമ്മൾ ശനിയും കുജനും ഒക്കെ ജന്മരാശിയിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ രണ്ടും ശത്രുഗ്രഹങ്ങളാണ്. ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അല്പം അഗ്രസീവ് എനർജി കൂടാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഒരു കെയർ വേണം. അത് ആഹാരത്തിലും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ 2 സമയമാണ്. അപ്പം നമ്മൾ കഴിവതും ഫാറ്റി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക. ഇപ്പം ചിലർക്ക് ഈ പ്രത്യേകിച്ച് ലഗ്നരാശ്യാധിപൻ അഷ്ടമത്തിൽ നിന്ന് നിൽക്കുന്ന സമയം കൂടെ ആയതുകൊണ്ട് ഈ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാം. പ്രൈവറ്റ് പാർട്സിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലർക്ക് കാണാം. ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലർക്ക് ഉണ്ടാകാം. പക്ഷേ അതിലൊക്കെ നമുക്ക് ടൈമിലി ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. അതേസമയം നമ്മൾ ഈ അവസാനത്തെ, അതായത് സെപ്റ്റംബർ 18 ആകുമ്പോൾ ചൊവ്വ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അഷ്ടമത്തിലേക്കൊക്കെ ചൊവ്വ വരിക എന്ന് പറയുമ്പോൾ അത് 12 ഭാവാധിപനാണ് ആ ചൊവ്വ അഷ്ടമത്തിലേക്ക് വരുന്നത്. അതൊരു വിപരീത രാജയോഗമാണ്. എങ്കിലും ഈ ദൂരയാത്രകളിലൊക്കെ ഒരു കെയർ വേണം. 3 രാഹു, ആദ്യ പകുതിയൊക്കെ സൂര്യനൊക്കെ ആ 3 ദൃഷ്ടി ചെയ്യുന്നുണ്ട്, രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. രാഹു, സൂര്യൻ ശത്രുഗ്രഹങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഓക്കെ ആണെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ പ്രത്യേകിച്ച് നമുക്ക് വിവാദപരമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു കെയർ വേണം. തർക്കങ്ങൾ ഉണ്ടാകാതെ, വാഗ്വാദങ്ങളിലേക്ക് പോകാതെ നമ്മൾ ആ കമ്മ്യൂണിക്കേഷനിൽ ഒരു കെയർ കൊടുത്ത് പോകണം. ഇനി തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ ബുധനാണ്.
ആ ബുധൻ ആദ്യവാരം ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അതിനുശേഷം ഈ സെപ്റ്റംബർ 7 ആവുമ്പം തന്നെ ആ ബുധൻ കർമ്മസ്ഥാനത്ത് 10ാം ഭാവാധിപൻ 10ൽ ഉച്ചസ്ഥനായിട്ട് വരികയാണ്. അപ്പോൾ ബുധന് വളരെ ബലമുള്ള സമയമാണ്. അതുപോലെ 9ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ, ആ സൂര്യൻ ആദ്യ പകുതി 9ൽ തന്നെ ഉണ്ട്, ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യസ്ഥാനാധിപൻ നിൽക്കുന്നു. സെപ്റ്റംബർ 17 ആവുമ്പോൾ ആ സൂര്യനും കർമ്മസ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ ഒരു ധർമ്മകർമ്മ ബന്ധം നമുക്ക് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ തൊഴിലിൽ അത് പ്രത്യേകിച്ച് ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾക്ക് അത് വഴിതെളിക്കും. പ്രത്യേകിച്ച് തൊഴിൽ ഭാഗ്യത്തിനും സമയം അനുകൂലമായിട്ടുള്ള ഒരു സമയം എന്ന് തന്നെ പറയാം. ഇപ്പോൾ പ്രൊമോഷൻ, ഇപ്പോൾ ജോലിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉയർച്ച കാത്തിരിക്കുന്നവർക്ക്, പ്രൊമോഷൻ കാത്തിരിക്കുന്നവർക്ക് ശുഭവാർത്തകളൊക്കെ ശ്രവിക്കാൻ കഴിയുന്ന സമയമാണ്. ഉയർന്ന തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റലക്ച്വൽ തലത്തിലൊക്കെ നമുക്ക് വളരെ തിളങ്ങാൻ കഴിയുന്ന സമയമാണ്. പ്രത്യേകിച്ചൊക്കെ ടീച്ചിങ് മേഖലയിൽ ബുധനാണ് 10ാം ഭാവരാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നത്. അവിടെ ബുധനും സൂര്യനും ഒക്കെ വരുമ്പോൾ ഒരു നിപുണയോഗമാണ്. അപ്പോൾ കർമ്മസ്ഥാനത്ത് പ്രത്യേകിച്ച് ടീച്ചിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. അതേസമയം ഈ ശനി, ചൊവ്വ ഒക്കെ തന്നെ ഈ 10ൽ ദൃഷ്ടി ഉണ്ട്. അപ്പോൾ തൊഴിലിൽ അല്പം അച്ചടക്കം ആവശ്യമാണ്. നമ്മൾ അല്പം വിനയം, തൊഴിലിടത്ത് നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ഒരു വിനയം വേണം. അത് വിദ്യാർത്ഥികളോടായാലും നമ്മൾ കൂടുതൽ ഒരു അഗ്രസീവായിട്ടുള്ള എനർജി കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തൊഴിലിടത്ത് നമുക്ക് പ്രവർത്തനങ്ങളൊക്കെ റിവ്യൂ ചെയ്യാൻ, പ്രത്യേകിച്ച് വക്രശനിയാണ് കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതിലെന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ആ പോരായ്മകൾ കറക്റ്റ് ചെയ്ത് കർമ്മമണ്ഡലം ശക്തമാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. തൊഴിൽ അന്വേഷകർക്ക് തൊഴിലവസരങ്ങളുടെ സമയമാണ്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പങ്കെടുക്കുന്നവർക്ക് ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. തൊഴിൽ ലഭിക്കാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് 10ാം ഭാവാധിപൻ 10ൽ ബലവാനായിട്ട് നിൽക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള സമയമാണ്. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരകൻ ബുധനാണ്. ആ ബുധൻ കർമ്മസ്ഥാനത്ത് ബലവാനായിട്ട് വരികയാണ്. ബുധൻ 7ഉം 10ഉം ഭാവാധിപനും കൂടിയാണ്. അപ്പം അത് ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾക്ക് ബുധൻ്റെ സ്ഥിതി സഹായകമാകും. അതുപോലെ ബിസിനസ്സിൽ ഭാഗ്യനേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമെന്ന് തന്നെ പറയാം. സുഖാനുഭവങ്ങൾ ബിസിനസ് വഴി നമുക്ക് ഉണ്ടാകും. വിദേശ വിപണനത്തിലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ബിസിനസ് വിപുലപ്പെടുത്തുന്നതിന് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷനൊക്കെ നിലവിൽ അഭിമുഖീകരിക്കുന്നുവെങ്കിൽ അതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതേസമയം ആദ്യ പകുതി ചൊവ്വ 5ഉം 12ഉം ഭാവാധിപനാണ്. 7ൽ സ്ഥിതിയുണ്ട്. 12ാം ഭാവാധിപൻ 7ൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സിനിടയിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അവിടെ നമ്മളൊരു കെയർ കൊടുത്ത് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്മൂത്തായിട്ട് പോകാൻ കഴിയും. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ്. ബുധൻ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്ന സമയമാണ്. 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 7ൽ സ്ഥിതിയുണ്ട്. സെപ്റ്റംബർ 17 വരെ. സെപ്റ്റംബർ 18 ആകുമ്പോൾ ആ ചൊവ്വ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട്. അതുപോലെ 2ൽ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, ചൊവ്വയുടെ ഉച്ച ദൃഷ്ടിയുണ്ട്, 2ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ പഠനത്തിൽ പൊതുവെ ഫോക്കസ് കൂടാവുന്ന സമയമാണ്. ഈ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമയമാണ്. 5ലൊക്കെ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട്. ഇപ്പോൾ 5ാം ഭാവാധിപൻ 7ൽ നിന്ന് ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ പുതിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷനൊക്കെ അവർ ആഗ്രഹിക്കുന്നത് പോലെ അഡ്മിഷൻ സാധ്യമാകും. അതുപോലെ ജന്മലഗ്ന രാശ്യാധിപൻ അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനാണ്. അപ്പോൾ പൊതുവെ 18 മുതൽ ചൊവ്വയും അഷ്ടമത്തിലേക്ക് വരുന്നുണ്ട്. ആ ഗുരു മംഗള യോഗമൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഗവേഷണം ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതിലെന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറും. ഇപ്പം ഗവേഷണം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ആ ഗുരുവും കുജനും ഒക്കെ 8ൽ വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചില പഠന മേഖലയിലൊക്കെ ഗുണാനുഭവം കൂടാൻ സാധ്യതയുള്ള സമയമാണ്. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 11ാം ഭാവാധിപൻ ശുക്രൻ
11 വരികയാണ് സെപ്റ്റംബർ 2. അത് ബലവാനാണ്. 11 ഭാവാധിപനും കൂടിയാണ് ആ ശുക്രൻ, അപ്പം ബലവാനാണ്. അതുപോലെ തന്നെ 9, 10 ഭാവാധിപൻ, അതായത് സൂര്യനും ബുധനും, ആ ബുധനും ഒക്കെ തന്നെ 10 യോഗം വരുന്ന സമയമാണ്. അതുപോലെ ധനഭാവാധിപനായിട്ടുള്ള ശനി 4 സഞ്ചരിക്കുന്നു, വക്രത്തിലാണ്. 2 ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്, ധനസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്, കുജൻ്റെ ഉച്ചദൃഷ്ടിയുണ്ട്. അപ്പോൾ 2 ഭാവാധിപൻ വക്രത്തിലായാലും ധനകാരകൻ അഷ്ടമത്തിൽ ആയാലും ധനം അങ്ങനെ ഈ 2 ഭാവാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ടും അതുപോലെ ധനകാരകനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും നമ്മൾ ധനവിനിയോഗത്തിൽ ഒരു കെയർ കൊടുക്കുക. അതായത് നമ്മുടെ കൈവശം വരുന്ന പണം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. കാരണം കൂടുതൽ ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അവിടെയൊക്കെ ഒന്ന് കെയർ കൊടുക്കുക. ഇപ്പോൾ 11 ശുക്രനൊക്കെ ധനവരവ് കൂട്ടും. ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററി ഗെയിനിന് സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരുവും ചൊവ്വയൊക്കെയാണ് 2 ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മേഖലയിൽ നിന്നൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. 12 ഗുരുദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് ധനവ്യയം കൂടാം. പക്ഷേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ധനവ്യയം ആയിരിക്കും. അത് പ്രത്യേകിച്ച് ചിലപ്പോൾ കുടുംബകാര്യങ്ങൾക്ക് വേണ്ടിയോ കുടുംബത്തിന് ആവശ്യമായിട്ടൊക്കെയുള്ള ഒരു ചിലവൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് കൂടാൻ സാധ്യതയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കെയർ കൊടുത്തു പോവുക. നല്ല കാര്യങ്ങൾക്ക് ചിലവാക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ധനച്ചെലവിൽ ഒരു നിയന്ത്രണം ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. 7 ഭാവാധിപനായിട്ടുള്ള ബുധൻ 10 ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ 7 ഭാവത്തിൻ്റെ സുഖസ്ഥാനമാണ് ഈ 10 എന്ന് പറയുന്നത്. അപ്പോൾ വിവാഹ ആലോചനകൾ വരാം. പ്രത്യേകിച്ച് തൊഴിലുള്ള ജീവിത പങ്കാളിയൊക്കെ ചിലപ്പോൾ കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതുപോലെ ഈ 7 ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. ചൊവ്വ 12 ഭാവാധിപനും കൂടിയാണ്. അപ്പം വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സഡൻ ഒരു ഡിസിഷൻ എടുക്കരുത്. അതിലൊക്കെ ഒരു കെയർ വേണം. ഇപ്പോൾ പ്രത്യേകിച്ച് കുജൻ 5 ഭാവാധിപനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ 5 ഭാവാധിപനായിട്ടുള്ള കുജൻ ആദ്യ പകുതി 7 നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പ്രണയബന്ധം, അത് മുഖാന്തരമുള്ള വിവാഹം, ഇതിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. 5ഉം 7ഉമായിട്ടുള്ള ഒരു കണക്ഷൻ. അത് മാത്രവുമല്ല, ഈ 5 ശുക്രൻ്റെ ദൃഷ്ടിയും കൂടെ ഉള്ള സമയമാണ്. ശുക്രൻ പ്രണയകാരകനും കൂടിയാണ്. അപ്പോൾ പ്രണയകാരകനായിട്ടുള്ള ഒരു ഗ്രഹം 5 ദൃഷ്ടി ചെയ്യുമ്പോൾ പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ കമിതാക്കൊക്കെ പ്രണയബന്ധം, ചിലപ്പോൾ വിവാഹത്തിൽ എത്തിപ്പെടാനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ആദ്യ പകുതി. അവസാനത്തെ പകുതി കുജൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട്. അത് പ്രണയബന്ധത്തിലെ ഒരു സുഖക്കുറവ് ചിലപ്പോൾ ഉണ്ടാക്കാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ ജീവിത പങ്കാളിക്ക് പൊതുവെ കർമ്മനേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. ജീവിത പങ്കാളി വഴി എന്തെങ്കിലുമൊക്കെ ഭാഗ്യ അനുഭവങ്ങൾ ഈ കുറുകാർക്കുണ്ടാകും. അതേസമയം ചൊവ്വ 7 സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ കുജൻ 12 ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ഈ 12 ഭാവാധിപൻ 7 വന്ന് നിൽക്കുമ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു ആദ്യ പകുതി അല്പം കെയർ വേണം. പ്രത്യേകിച്ച് നമ്മൾ ഈ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചിലപ്പോൾ തർക്കങ്ങൾ, അങ്ങനെയൊക്കെ അതിലേക്കൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട്. ചൊവ്വ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ഗ്രഹവും കൂടെയാണ്. 7 നിൽക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ വരാം. മാത്രമല്ല ഈ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ വേണം. കാരണം അതും ചില എന്തെങ്കിലുമൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ അത് വഴിതെളിക്കുക. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കെയർ കൊടുത്ത് പോവുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ദാമ്പത്യ ബന്ധത്തെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 2 ഭാവാധിപനായ ശനി 4 വക്രത്തിൽ സഞ്ചരിക്കുന്നു. 4 ഭാവാധിപനായിട്ടുള്ള ഗുരു 4 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ആ 4 ഭാവാധിപൻ അഷ്ടമത്തിൽ നിന്നാണ് 4 ദൃഷ്ടി ചെയ്യുന്നത്. 2ലും 4ലും ഒക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ സൂര്യനും ബുധനും ഒക്കെ തന്നെ 4 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ബുധൻ്റെ ദൃഷ്ടി നീചദൃഷ്ടിയാണ്. സൂര്യൻ്റെ ദൃഷ്ടിയും 4 അപ്പം നമുക്ക് ഈ ഡൊമസ്റ്റിക് എൻവറോൺമെൻ്റൊക്കെ ഏറെക്കുറെ സമാധാനപരമാകും എന്ന് പറയാം. ഇപ്പോൾ വീട്, വാഹനം,
അതുപോലെ വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് 4-ാം ഭാവാധിപൻ 4 ദൃഷ്ടി ചെയ്യുന്നു, 2-ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു, 2-ല് ചൊവ്വയുടെ ഉച്ചദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് അങ്ങനെയുള്ള ഫാമിലി സറൗണ്ടിങ്സ് ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതേസമയം നമുക്ക് മാനസികമായിട്ടും നമുക്ക് അല്പം, പ്രത്യേകിച്ച് 4 നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ ആ കണ്ടകശനി കൊണ്ടുള്ള ദോഷമൊക്കെ നമുക്ക് കുറയും. അപ്പോൾ കുടുംബത്തിൽ അല്പം ഉത്തരവാദിത്വമൊക്കെ കൂടും, കുടുംബകാര്യങ്ങളിലൊക്കെ അല്പം കമ്മിറ്റ്മെൻറ്റ് കൂടും. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി 4-ൽ വരുമ്പോൾ അല്പം ഈഗോ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാം, അവിടെ ഒരു കെയർ കൊടുക്കുക. സെപ്റ്റംബർ 3, 4, 8, 9, 17, 18 ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ ഒഴിവാക്കുക. പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ഈ ധനു കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ഒരു ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി വെച്ചുള്ള ഒരു പൊതുഫലമാണ്. ഇത് ജാതകത്തിലെ ഗ്രഹസ്ഥിതി വെച്ച് ഉള്ള ഫലമല്ല എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പം ഇപ്പോൾ ഈ കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലർക്ക് മാത്രമേ ധനുലഗ്നം വരികയുള്ളൂ. അപ്പോൾ ആ ധനുലഗ്നം അല്ല, മറ്റു ലഗ്നരാശിയാണ് വന്നിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഈ കൂറുകാർ ഈ ഫലം കേൾക്കുന്നതോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് അറിയണം. അപ്പോൾ ചിലർക്ക് ധനുലഗ്നം വരാം, മറ്റുള്ളവർക്ക് മറ്റു ലഗ്നരാശിയിൽ വരാം. അപ്പോൾ ആ ലഗ്നരാശി ഏതെന്ന് കണ്ട് ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ ഫലത്തോടൊപ്പം ചേർത്ത് കേൾക്കുക. അപ്പം മാത്രമേ അവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിലെ ഒരു കറക്റ്റ് പിക്ചർ കിട്ടൂ. ഇതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയുടെ ഒരു ഫലമാണ്. അതേസമയം നമ്മുടെ ജാതകത്തിൽ ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ധനു ലഗ്നക്കാർക്ക് ഇപ്പോൾ ജാതകത്തിൽ ഏത് ഗ്രഹത്തിൻ്റെ ദശ അപകാരം ഛിദ്രമാണ് നടക്കുന്നത്, ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നുള്ളതിനനുസരിച്ച് ഈ പറഞ്ഞ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം, മാറ്റങ്ങൾ വരാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.